എടാ എൻ്റെ ചില ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേ. അവരുടെ വീട് എന്ന് പറഞ്ഞാല് കോഴിക്കോടാണോ ചോദിച്ചാൽ കോഴിക്കോടാണ്, പക്ഷെ മലപ്പുറമാണോ ചോദിച്ചാൽ മലപ്പുറത്താണ്. അതൊരു ബോർഡറിലാണ് ഇവരൊക്കെ വീടുള്ളത്. അപ്പൊ ഇവരൊക്കെ ഈ ഹയർ സെക്കൻഡറി അഡ്മിഷന്റെ സമയത്ത് ഞാൻ ആലോചിക്കും, ഇവരിപ്പോൾ ഏത് സ്കൂളിലാണ് പോവുക? ഇവർ കോഴിക്കോടാണോ അപേക്ഷിക്കേണ്ടത്, മലപ്പുറത്താണോ അപേക്ഷിക്കേണ്ടത്? ഇതുപോലെ നിങ്ങളിൽ പല ആളുകളുടെയും വീട് നിൽക്കുന്നത് ചിലപ്പോൾ ബോർഡേഴ്സിലായിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങൾ വയനാടാണെന്ന് ചോദിച്ചാൽ വയനാടാണ്, പക്ഷേ മലപ്പുറത്താണെന്ന് വെച്ചാൽ മലപ്പുറത്താണ്. അല്ലെങ്കിൽ പാലക്കാടാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്, മലപ്പുറത്താണെന്ന് വെച്ചാൽ മലപ്പുറത്താണ്. ഈ രീതിയിൽ നമ്മുടെ ചെറിയ ചിലപ്പോൾ 1-2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററിനൊക്കെ ഡിസ്റ്റൻസിലൊക്കെ ഒരുപാട് ജില്ലകളുടെ അതിർത്തികൾ നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മളൊക്കെ. ചിലപ്പോൾ നിങ്ങളൊക്കെ അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായി നിങ്ങൾ താഴെ കമന്റ് എവിടെയാണ് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ ലൊക്കേഷൻ വരുന്നത്. ഞങ്ങളാരും വരുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ 2 ജില്ലകളിൽ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക? അത് ഒരേ ഫോമിലാണോ അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്തമായി കൊടുക്കണോ? കാരണം ഇങ്ങനത്തെ ആളുകൾക്ക്, കാരണം നിങ്ങൾ സ്കൂൾ നിൽക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് മലപ്പുറത്താണെങ്കിൽ നിങ്ങളെ സ്കൂൾ ചിലപ്പോൾ കോഴിക്കോടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 ജില്ലയിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്തു എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത്. അതിൽ ആദ്യം നിങ്ങൾ ജില്ല സെലക്ട് ചെയ്യുന്ന സമയത്ത് കോഴിക്കോടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്, കോഴിക്കോട് ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമത് നിങ്ങൾ മലപ്പുറത്താണ് നിങ്ങൾ അപേക്ഷിക്കാൻ പോകുന്നതെങ്കിൽ ആ മലപ്പുറം നിങ്ങൾ അപേക്ഷിച്ച് എങ്ങനെയാണോ നമ്മൾ ആദ്യത്തെ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുക അതുപോലെ തന്നെ, അതായത് എങ്ങനെയാണോ നമ്മൾ ആദ്യത്തെ ഫോം ആദ്യം മുതൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തു, സ്കൂളുകൾ കൊടുത്തു ചെയ്തതുപോലെ തന്നെ സെക്കൻഡിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 ജില്ലയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വല്ല ബോർഡേഴ്സിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ 2 ജില്ലയിൽ നിങ്ങൾ അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അപേക്ഷിക്കണം. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ പോകേണ്ടത്? അതായത് നിങ്ങൾ മലപ്പുറത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂൾ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയപ്പെടുന്ന നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാവുള്ളൂ. നമ്മൾ ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കാറില്ല, 2 മണ്ഡലത്തിൽ മത്സരിക്കും. ഈ 2 മണ്ഡലത്തിലും ജയിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ റീ എലക്ഷൻ നടത്താറില്ല. പക്ഷേ ഇവിടെ റീ എലക്ഷൻ ഒന്നുമില്ല, അത് നിങ്ങൾക്ക് ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഡൗട്ടാണ് ഈ ഒരു സംശയം. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതായത് 2 ജില്ലയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിർബന്ധമായും 2 ജില്ലയിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപേക്ഷിക്കണം, നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും എന്ത് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നതുവരെ ബൈ.